കള്ളപ്പണം വെളുപ്പിക്കലിനും ഭീകരവാദ ഫണ്ടിങ്ങിനുമെതിരെ നടപടികൾ കടുപ്പിച്ച് കുവൈറ്റ്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കനത്ത പിഴയും ശിക്ഷാ നടപടികളും പ്രഖ്യാപിച്ചു. കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയത്. സാമ്പത്തിക സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വാണിജ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിയമലംഘനങ്ങളെ അവയുടെ തീവ്രത അനുസരിച്ച് കുറഞ്ഞത്, ഇടത്തരം, ഗൗരവമുള്ള എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ഗൗരവകരമായ നിയമലംഘനങ്ങൾക്ക് 5 ലക്ഷം ദിനാർ വരെയാണ് പിഴ. പിഴയ്ക്ക് പുറമെ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഭരണപരമായ നടപടികളും ഉണ്ടാകും. വ്യാപാര ഇടപാടുകളിൽ നിയമവിരുദ്ധമായി പണം കൈമാറുന്നത് ഇടത്തരം ലംഘനമായാണ് കണക്കാക്കുന്നത്. ഇത്തരക്കാർക്ക് 300 ദിനാർ പിഴയും സ്ഥാപനം അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകളും നേരിടേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ 5 വർഷത്തേക്ക് സൂക്ഷിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 1000 ദിനാർ പിഴയും 3 മാസത്തേക്ക് പ്രവർത്തന വിലക്കും ഏർപ്പെടുത്തും. കൂടാതെ ഭീകരവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉപരോധ പട്ടികകൾ പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് 4000 ദിനാർ പിഴ ചുമത്തും. സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധന നടത്താനും നിയമലംഘകരെ പ്രോസിക്യൂഷന് കൈമാറാനും മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനും പുതിയ നിയമം സഹായകരമാകുമെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി വ്യാപാര സ്ഥാപനങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കും. ജനം, കുവൈറ്റ്.